എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ മുതൽ ഒരു ഈവനിങ് വരെയുള്ള ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. ഇപ്പോൾ രാവിലെ ഒരു 4:30 ആയിട്ടുണ്ടാവും ടൈം. എനിക്ക് പരീക്ഷയെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് സൈക്കോളജി പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പഠിത്തം കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. എനിക്കുള്ള സ്ഥിരം പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത ദിവസമൊന്നും ഞാൻ പഠിക്കാറില്ല, ബുക്ക് തൊടാറില്ല. അപ്പം ഞാൻ ഈ കുത്തിയിരുന്ന് പഠിക്കുന്നത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ഇരുന്ന് നോക്കുകയാണ്. പിന്നെ അനിയനെ ഞാൻ ഓൾറെഡി കയറ്റിയിട്ടുണ്ട്. തലേ ദിവസം രാത്രിയാണ് ഞാൻ അവനെ കയറ്റിയത്. എനിക്ക് കയറ്റുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നമുക്കറിയാമല്ലോ, കള്ളത്തരം കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും വീഡിയോ കിട്ടില്ല. എനിക്ക് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് തോന്നി, അയ്യോ ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കണ്ടൻറ്റ് ആയേരേത്. പിന്നെ എനിക്കത് പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ റൂംമേറ്റും അവനുമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആദ്യം അവനൊരു ചമ്മലുണ്ടായിരുന്നു, ഗേൾസ് ഹോസ്റ്റലിൽ എങ്ങനെയാണ് കയറുക എന്നുള്ളത്. പക്ഷെ ഞാനല്ലേ കട്ടയ്ക്ക് കൂടെ ഉള്ളത്, അവനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൻ 3 ബസ്സൊക്കെ കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം അവനുണ്ട്. വന്ന പാട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പം ഞാൻ അതിനുള്ള സൗകര്യമൊക്കെ അവന് ചെയ്ത് കൊടുത്തിരുന്നു. എൻ്റെ ബെഡിലാണ് അവൻ കിടക്കുന്നത്. ഞാനും ആ ബെഡിൽ തന്നെ കിടന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നത് കുഞ്ഞ ബെഡാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാനേ പറ്റുള്ളൂ, വേറെ സൗകര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആവശ്യമായിരുന്നു അവനങ്ങോട്ട് കയറ്റുക എന്നുള്ളത്. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടായി എന്തായിരിക്കും എൻ്റെ ഈ ആവശ്യം എന്നുള്ളത്. അത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടും എന്തായിരിക്കും എൻ്റെ ആവശ്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ പഠിക്കുന്നവരുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം പരീക്ഷൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് പോയിട്ട് പഠിക്കുന്നത് വെറൈറ്റി ഇല്ലേ. ഇന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണേ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടോ. കാരണം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ തലയിൽ കയറില്ല, അത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്കൊരു പഠിക്കാൻ ചൂടൊന്നും ഉണ്ടാവില്ല. ഞാൻ അന്ന് തന്നെ പഠിക്കുകയുള്ളൂ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും. പക്ഷേ എനിക്കറിയാം മുന്നേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ അവന് വേണ്ടി ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ, പിന്നെ ഒരു പൊട്ടാറ്റോൻ്റെ മസാല ഉണ്ടായിരുന്നു, അതുപോലെ ചട്നി ഉണ്ടായിരുന്നു, പിന്നെ ടീ കൊടുത്തു. പിന്നെ ഞാൻ ഒരു ടൊമാറ്റോ റൈസാണ് കഴിച്ചത്. ദോശ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം പിടിക്കും. കാരണം റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടായാലോ. കാരണം ഒരാൾക്ക് 2 ദോശ അല്ലെങ്കിൽ 3 ദോശയാണ് മിനിമം. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ അവനും ചേഞ്ച് ചെയ്തു. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് നിറച്ചും ചുളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് വേണമെങ്കിൽ അയൺ ചെയ്തോ എന്നുള്ളത്. അപ്പോൾ സമയമില്ല, നമുക്ക് വേഗം പോകണ്ടേ, കുറേ പരിപാടി ഇല്ലേന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം. അങ്ങനെ ഞാൻ പോകാനുള്ള റെഡിയായി. പിന്നെ ഞാൻ കോട്ടിട്ടിട്ടുള്ളത് ഇതുവരെ അവൻ കണ്ടിട്ടില്ല. ലൈക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ അയക്കാന്നല്ലാതെ അവർ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ എനിക്കിപ്പോഴല്ലേ ഇതൊക്കെ കാണിക്കാനും പറ്റുള്ളൂ. എനിക്കറിയില്ല കേട്ടോ. ഞാൻ വൈറ്റ് കോട്ട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. ഞാൻ എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയത്. പിന്നെ ഞാൻ അവനോട് എൻ്റെ ഫേസിനെ കുറിച്ച് പറയായിരുന്നു. എന്താ അറിയില്ല, വീഡിയോയിൽ കാണുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഉണ്ട പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം ഞാനത് പറയും. അപ്പം ഞാൻ ഉണ്ടയായിട്ടുണ്ടല്ലോ എൻ്റെ ഫേസൊക്കെ കൂടി തരണം. അപ്പോൾ അത് പറഞ്ഞ് ചിരിക്കിയിരുന്നു ഞങ്ങൾ. പിന്നെ ഇതേപോലെ അവനെ PG നിന്ന് ഇറക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കുറച്ച് റിസ്ക്കാണ് കയറ്റുന്നതും ഇറക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എടുക്കുക വെച്ചാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ. പിന്നെ ഞങ്ങൾ കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് കാലിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കാൻ, അവന് വേണം അങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ അതിൽ ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ കോളേജിലേക്കല്ല പോയത്, ഒരു സിറോക്സിൻ്റെ ഷോപ്പിലേക്കായിരുന്നു പോയത്. സിറോക്സ് എടുക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലേക്ക് പോയി. പിന്നെ കോളേജിൽ പോയപ്പം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി വായിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കഴിക്കാം, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ഈവനിങ് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഫുഡ്. ഇതിൻ്റെ പേര് ബ്രെഡ് ബോണ്ട. അപ്പം ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ അവൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു ഇതെങ്ങനെയാണ് കഴിക്കുക, ഇതെന്താ ടേസ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെ ഉള്ള ഫുഡാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ ഫുഡൊന്നും എനിക്കധികം അത്ര ഇഷ്ടമല്ല, കർണാടകത്തെ ഫുഡൊന്നും. അപ്പം ഇത് സ്നാക്സാണ് കേട്ടോ മെയിൻ ഉള്ളത്. പക്ഷേ പൊട്ടാറ്റോ ആയതുകൊണ്ട് വയറ് വേഗം ഫില്ലാവും. അപ്പം ഞാൻ അവനത് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവന് ഇഷ്ടമായെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളമൊക്കെ നിറച്ചു. പിന്നെ ക്ലാസ് തപ്പി നടക്കിയിരുന്നു.
എക്സാം ഹാള്. അപ്പോൾ അത് കണ്ടു. അപ്പം ഞാൻ ഇവനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എക്സാമിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്ജക്റ്റിന് ആവശ്യമുണ്ടായിരുന്നു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സബ്ജക്റ്റായിട്ട് എനിക്ക് വേണ്ടത് ഒരാളായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അനിയനെ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ അവനെ ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ പീച്ചിലേക്ക് പോയി. അപ്പം ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫുഡ് വാങ്ങിച്ചു തരണ്ടെന്ന്. പക്ഷെ അവൻ എന്താണെന്നറിയില്ല. അപ്പം അത് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം, ഓക്കെ. പിന്നെ അവൻ എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ 2 സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് മിസ്റ്ററും പിന്നെ ഇതിനെന്താ ഞങ്ങളുടെ നാട്ടിൽ പറയാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഞങ്ങൾ വീട്ടിൽ അധികം കഴിക്കുന്ന സാധനമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുഞ്ഞനിയുണ്ട്. അപ്പോൾ അവൻ ഇനി പേരിട്ടത് കടുക് എന്നാണ്. സോ ഞങ്ങളും അതിനെ കടുക് എന്നാണ് പറയുക. അതുകൊണ്ട് യഥാർത്ഥ പേര് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കടുക് എന്ന് വിളിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ അവന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, എന്താ പേരെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ഫുഡ് എന്താ മേടിച്ചു കൊടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴി പൊറോട്ടയാണ്. അവൻ കുറേ ആയി പറയുന്നത് കിഴി പൊറോട്ട അവൻ കഴിച്ചതാണ്. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കിഴി പൊറോട്ട ബാംഗ്ലൂരുണ്ട്. ഞാൻ അവിടുന്ന് ഇടയ്ക്ക് 3-4 പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ചതുമാണ്. എനിക്കത് ഒരുപാട് ഇഷ്ടം. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് നീ എന്തായാലും ഇവിടെ വരുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ആ വാക്ക് പാലിച്ചു. ഞാൻ മേടിച്ചു കൊടുത്തു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അതൊന്ന് വീഡിയോ എടുക്കട്ടെ പറഞ്ഞു. അവന് അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കിരുന്നവൻ. അങ്ങനെ ഞാൻ അത് ഓപ്പൺ ചെയ്തു. അവൻ കിഴി പൊറോട്ട കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കേണ്ടത് എങ്ങനെ എൻ്റെ ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവൻ്റെ അഭിപ്രായം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ, ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടും പിന്നെ ഫാനൊക്കെ ഇട്ടിട്ടുള്ള സമയമൊക്കെയും അപ്പം സൗണ്ട് ഒന്നും ക്ലിയർ ആവില്ല. അതാണ് ഞാൻ ഓൺ വോയിസ് കൊടുത്തത്. ഞാൻ അവനോട് കുറേ വർത്തമാനം പറയുന്നതൊക്കെ ഉണ്ട്. കാരണം എങ്ങനെയുണ്ട് ഒരു ഗേൾസ് PGയിൽ വന്നിട്ട് പേടിയുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതും അവൻ്റെ റിപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഇതിലിടാൻ പറ്റുന്നില്ല. ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം അവൻ ഇത് കഴിച്ചിട്ട് അവൻ്റെ അഭിപ്രായം നമുക്ക് നോക്കാം. പിന്നെ ഗായ്സ്, അവൻ ആദ്യമായിട്ടൊന്നല്ല ഈ കിഴി പൊറോട്ട കഴിക്കുന്നത്. മുന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞു ഏച്ചിയും വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടി. പക്ഷെ കൂടുതൽ കഴിച്ചത് അവനാണ്, എന്നാലും കൂടിയെന്ന് മാത്രം. കാരണം ഞാനും കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ കാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ മാരേജൊക്കെ വരികയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു. പൈസേൻ്റെ കാര്യങ്ങളും ഡ്രസ്സ് എടുക്കുന്നതിനെ കുറിച്ചിട്ടും പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ മുന്നേ. അപ്പോൾ അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ വോയിസ് പുറത്തിടുന്നില്ല. അപ്പോൾ അതന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി കുറച്ച് ദിവസം കൂടി ഞാനിവിടെ നിൽക്കുകയുള്ളൂ. കാരണം എക്സാം തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിക്കും. പിന്നെ അതുപോലെ ചിലപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് എവിടെയാണോ ബെറ്റർ അതുപോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തായാലും വീഡിയോ ഞാൻ എടുക്കേണ്ടത്. കാരണം എനിക്ക് മാത്രമല്ല കുറച്ച് ഡ്രസ്സും കൂടി എടുക്കാനുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഏകദേശം 6 മണിയാവാനായിട്ടുണ്ട്. ഇവനെ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ എനിക്കും പ്രശ്നമാവും അവനും പ്രശ്നമാവും. അപ്പോൾ ഞാൻ അവനെ പറഞ്ഞയക്കാനുള്ള പരിപാടിയിലേക്കാണ്. പിന്നെ ഇറങ്ങുന്ന ഒരു വീഡിയോ ചെറുത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.